അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമ്മൾ പൈതൽ മലയിൽ പോയി അടിച്ചു പൊളിച്ചു, സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്ന് ഫൈസൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മഗിരി. അവിടെ ഒരു ഏൻഷ്യൻറ്റ് ടെമ്പിളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കസിൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. 5 മണിക്ക് പോകേണ്ട ഞങ്ങളാണ്. ഇപ്പോൾ സമയം 7 മണിയായി. ആസ് യൂഷ്വൽ നമ്മൾ മലയാളികളുടെ സ്വഭാവം കാണിക്കണമല്ലോ. അപ്പം എന്തായാലും ഫൈസൽ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻ എന്നത് ഫൈസൽ പറയുന്നത്. കറക്റ്റ് ഡീറ്റെയിൽസ് അവിടെ ചെന്നെങ്കിലും അറിയാൻ പറ്റും. എന്നാലും നമുക്ക് പോവാം. എവിടെയാണ് ഇത് സ്ഥലം? ഇത് തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ബ്രഹ്മഗിരി എന്നാണ് പറയുന്നത്. നമ്മള് അതായത് ഇവിടെ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. നമ്മള് ഇപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ ഇവിടെ നിൽക്കുന്ന താമരശ്ശേരി അല്ലല്ലോ ബ്രോ, എന്താണ് സ്ഥലത്തിന്റെ? മാനന്തവാടി. സോറി, മാനന്തവാടി. താമരശ്ശേരി ചുരം ഒക്കെ കേട്ട് താമരശ്ശേരി ആയിപ്പോയി. അപ്പൊ മാനന്തവാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മാനന്തവാടിയിൽ ഇപ്പൊ നേരെ പിന്നെ ബ്രഹ്മഗിരിയിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര, ഏകദേശം 10-30 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഇവിടെ എല്ലാം ഹില്ലി ഏരിയ ആയിട്ട് ഇത്ര സമയം. പിന്നെ രാവിലെ നല്ല സൂപ്പർ മഞ്ഞുണ്ട്. അപ്പൊ ഈ മഞ്ഞൊക്കെ കണ്ട് ഇങ്ങനെ ഒരു യാത്ര. നമ്മള് മൈസൂർ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാട്ടിക്കുളത്തിൽ നിന്ന് നേരെ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മഗിരി, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം ഇന്നലെ രാത്രി ഇതുവഴി പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതുവഴി നേരെ പോയി അവിടെ പോയി സ്റ്റേ ചെയ്യാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം ഈ ഏരിയയിൽ ഒത്തിരി ആനയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ മാത്രമല്ല, 1-2 പേര് അങ്ങനെ ഇവിടെ ഉള്ളവർ പറഞ്ഞ കാരണമാണ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചത്. ഇപ്പൊ രാവിലെ പോകുന്നത് നല്ലൊരു എക്സ്പീരിയൻസുമാണ്. മാത്രമല്ല നല്ല ചെറിയ മൂടൽമഞ്ഞുണ്ട്, മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ അല്ലേ ഒരു മൂടൽ മഞ്ഞിനെ വേദിച്ചു പോകുന്ന ഒരു ട്രിപ്പിന്റെ ഒരു മോഡുണ്ട് അല്ലേ വയസ്സിലെ. ഇപ്പൊ നമ്മളെ പ്ലാൻ അവിടെ ചെന്നിട്ട് ട്രക്കിങ്ങിന് പോവാ എന്നുള്ളതാണ്. എന്നിട്ട് ഫോറസ്റ്റിന്റെ അവിടെ രജിസ്റ്റർ ചെയ്യണം. നമ്മളെ കൂടെ ഒരു ഗൈഡും കൂടെ വരുന്നുണ്ട്. 5 പേർക്ക് ഒരു ഗൈഡ് എന്നാ പറയുന്നത്. അവിടെ ചെന്നിട്ട് വേണം എങ്ങനെയാന്നുള്ളത് കണ്ടറിയാൻ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് അറേഞ്ച് ചെയ്യാം. അതെ, അപ്പൊ അവിടെ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊക്കെ വിചാരിക്കും. നമ്മൾ ഫോറസ്റ്റിന്റെ അവിടെ വന്നിരിക്കുകയാണ്. ട്രക്കിങ്ങിന് ഉള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് 3 പേർക്ക് നമുക്ക് എത്ര ഇടാം? 2375 രൂപയാണ് ഞങ്ങൾ 3 പേര്. 5 പേരായാലും സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ 5 പേരായിട്ട് വരുന്നതാണ് ഇവിടെ നല്ലത്. എൻ്റെ ബാക്കിൽ കാണാം ഫോറസ്റ്റിൻ്റെ ഓഫീസ്. ഇവിടുന്ന് നമ്മളിപ്പം ഒരു ഗൈഡ് വരും. ഗൈഡിൻ്റെ കൂടെ ട്രക്കിംഗ് തുടങ്ങാണ്. ബ്രഹ്മഗിരി കാടിലോട്ട് പോവാണ്. നമ്മുടെ കൂടെ ഗൈഡ് ചേട്ടനുണ്ട്, പിന്നെ ഫൈസലും ഷമീറും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 4.5 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ തിരിച്ച് 1.5 മണിക്കൂർ കണ്ട് കയറി വരാനുള്ളൂ. അപ്പം അവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. പുലി, കടവ, മറ്റേ മാന്, ആട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് ഞങ്ങൾ വടിയെ കൊണ്ടാണ് പോകുന്നത്. പുലികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കാട് കയറി നോക്കാം. ഒരു എക്സ്പീരിയൻസ് അല്ലേ. നല്ല പേടിയുള്ള ആളാണ് ഞാൻ, എങ്കിലും കയറുകയാണ്. ഞാൻ നമ്മുടെ ഗാർഡ് പുള്ളിയോട് സംസാരിക്കായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു പ്രധാന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രക്കിങ്ങിന് കുന്ന് കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കത്തില്ലെന്ന്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ല അല്ലേ ഏട്ടാ? ആണല്ലേ. നമ്മൾ രാവിലെ കയറുമ്പോൾ ചോറോ ചായ ഒന്നും കുടിക്കില്ല. വന്നിട്ടാണ് കഴിക്കുന്നല്ലേ. കുപ്പിയോട്ടല്ലേ കയറാൻ പാടല്ലേ? കയറാൻ പാടാം. ഞങ്ങൾ ഈ 3 മണിക്കൂർ കയറി കുന്നൊക്കെ പുള്ളി 1/2 മണിക്കൂർ കൊണ്ട് കയറുമെന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസിന്റെ ഒരു ഇതാണ്. എത്ര വർഷം കൊണ്ടുണ്ടായിരുന്നത്? ചേട്ടൻ ഏകദേശം എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്തോണ്ടായിരുന്നു? 25 കൊല്ലമായി. 25 വർഷമായില്ലേ? 25 വർഷത്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇരിക്കുന്നത്. അപ്പൂപ്പൻ ഇരിക്കുന്നത് വയസ്സല്ലേ? ഞാനുണ്ടാ സൂപ്പർ ആണോ? ഒരു 100-500 കാലറികളും കളഞ്ഞു കാണും. അങ്ങനെ ഏകദേശം ഒരു 3-3.5 മണിക്കൂറത്തെ ട്രക്കിങ്ങിന് ശേഷം അതേണ്ട നമ്മൾ ഒരു ഇതിൽ വന്നിരിക്കുകയാണ്. ഒരു അവിടുത്തെ വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഒരു ടവർ പോലെയാണ്, ഒത്തിരി അകലെയാണത്. അവൻ വരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പൊളി. അവിടെ എത്തുമ്പോൾ കാണിച്ചുതരാം.
കിടലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞങ്ങൾ മിസ് ചെയ്ത 2 കാര്യങ്ങളുണ്ട്. ഒന്നൊരു ഹാറ്റ് കയ്യിൽ വെച്ചേക്കണം, നല്ല വെയിലടിക്കത്തില്ല, അപ്പോൾ ക്ഷീണം വരത്തില്ല ഒത്തിരി. പിന്നെ രണ്ടാമത് ബോട്ടിൽ വെള്ളം മസ്റ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഇത് രണ്ടും വേണം. പിന്നെ കാലിൽ ഈ പറഞ്ഞ പോലെ പുകയില കിട്ടുമെങ്കിൽ പുകയില തേച്ച് പിടിപ്പിക്കുക. കൊളയട്ട കറത്തില്ല. ഞങ്ങൾ കുറേ കൊളയട്ട അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരാത്തതുകൊണ്ടാണ്. ഷൂ ഇടുക. നമ്മൾ ടവർ ഒന്ന് കയറി കാണാം എന്ന് വിചാരിച്ചു. ഞാൻ അതാണ് ടവർ, അത് കാണുന്നതാണ് ടവർ. അതിന് എന്റെ മുകളിൽ നിന്ന് ഏകദേശമൊക്കെ നല്ല വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. ഷമീർ ഇവിടെ ഇരിക്കുവാണ്, ഞങ്ങളിവിടെ വരുന്നില്ല. ഞാനും സത്യം പറഞ്ഞ ഇത്രയും ഒരു മടിയൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വരെ എത്താൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷ കാര്യമല്ല. കാരണം പകുതി എത്തിയപ്പം ആന വരുമോ എന്ത് ചെയ്യും, ആനയുടെ പിണ്ടമൊക്കെ കണ്ട് പേടിച്ച് ആന വരുമെന്നുള്ള പേടിയില് ഒരാള് പിന്മാറി. ഞങ്ങള് മോട്ടിവേഷൻ ചെയ്താണ്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു സുഖമില്ലായിരുന്നു. എനിവേ ഇതുവഴിയാ ബ്രോ കയറുന്നത്. അകലെ കാടുകൾ. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ദേണ്ട ആ കാണുന്ന മലയിലോട്ടാണ്. ആ മലയും കഴിഞ്ഞ് കുറച്ച് മുകളിൽ പോകണം. അതാണ് ആ മല ഇങ്ങനെ ബാക്കിലോട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ മുകളിൽ പോകണം. അപ്പോൾ ഒരു 2 കിലോമീറ്റർ വരുമെന്നാണ് ചേട്ടൻ പറയുന്നത്. അല്ലേ ഏട്ടാ? 2 കിലോമീറ്റർ വരും. എത്ര സമയം എടുക്കും? ഒരു 3/4 മണിക്കൂർ എടുക്കും. 2 കിലോമീറ്റർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കാണ്. അവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ട്, മടി പിടിച്ചിരിക്കുന്ന ഒരുത്തന്നെ അവിടെ കാണാം. നടക്കാനും ഒന്നും പോയാ തിരിച്ചിരുമ്പോൾ കാണൂടാ. ഇവിടെ ആന പിടിച്ചോണ്ട് പോയില്ല, ആശാനിവിടെ കാണും. ഇപ്പം സത്യം പറയാം, നമ്മൾ ടവറൊക്കെ അപ്രതീക്ഷിതമായി. ബാക്കിൽ നോക്കി കഴിഞ്ഞാണ്ടോ ടവർ കാണാൻ പറ്റില്ല. കുറേ നടന്നു, ഇനിയുണ്ട് മല. അപ്പോൾ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ടവർ ചെറുതായിട്ട് കാണാമല്ലേ. പക്ഷേ ചേട്ടായി നല്ലൊരു ഏടായി. ഇപ്പോൾ ഇതേണ്ടേ നമ്മൾ ഫൈസിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ചേട്ടനാണ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് മോളി ശ്വാസം പോലും വിടാതെ മോളി പുറകെ പോയിട്ട് ഫൈസിലിരുന്നു മഴയിൽ. ഇത്രയും കുഴഞ്ഞെങ്കിലും ചേട്ടൻ യാതൊരു റെസ്റ്റ് കൊടുക്കാതാണ് മോളി ഇത്രയും ഹൈറ്റ് വരെ കയറിയത്. ഞങ്ങളിപ്പോൾ ഇത് തന്നെ എത്ര വട്ടം നിന്നിട്ടാണ് ഇത്രയും എനിക്ക് എത്തിയത്. അതെ, ഇതിലൊക്കെ രസം എന്ന് പറയാൻ ഞാൻ ഡെയിലി മിക്കവാറും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഓടുന്ന ആളാണ്. പക്ഷേ ഓടി ആ ഇന്റർമീഡിയറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആളാണ്. പക്ഷേ കുറച്ചോടും നിർത്തും അങ്ങനെ ഓടുന്ന ആളാണ്. എന്നിട്ട് പോലും ഈ കയറ്റം എന്താ പറയുക, വലിയൊരു ടാസ്ക്കാണ്. പ്രായമുള്ള പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ കിട്ടുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് കയറാന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഈ ഒരു പ്രായത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിവൈവൽ അല്ലേ, ഒരു ബോഡിയുടെ ഒരു റിവൈവൽ, ടോക്സിൻസ് ഒക്കെ പോകുന്ന ഒരു റിവൈവലുണ്ട്. അത് ഇനി നമ്മൾ ഡയറ്റ് ചെയ്താലും ഫാസ്റ്റ് ചെയ്താലും റോഡിൽ കൂടെ ഓടിയാലും ഒന്നും കിട്ടില്ല. കാരണം ശുദ്ധവായും അറ്റ് ദ സെയിം ടൈം ഇതും കിട്ടുന്ന ഒരു ഇത്. ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരും കയറുന്നെങ്കിൽ ഇതുമായിട്ട് താല്പര്യമുള്ളവർ മാത്രം കയറുക. ട്രക്കിംഗ് ആയിട്ട് താല്പര്യമുള്ളവർ കയറുക. ചെറുപ്പക്കാരായാലും പ്രായം ചെന്നാലും താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൂടെ വന്ന ആള് തന്നെ എക്സാക്ട്ലി നമ്മളെ കൂടെ വന്നതന്നെ ഷമീർ തന്നെ ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാകും. എനിക്കൊണ്ട് പറ്റുന്നില്ലല്ലോ, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ കയറും എന്നും പറഞ്ഞ് കയറുന്നവരാണ് യഥാർത്ഥത്തിൽ. ആ ഒരു മനസ്സിൻ്റെ എന്ത് കാര്യവും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നി പറ്റും. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കാണെങ്കിൽ കുഞ്ഞിലെ മുതലേ ഫ്ലൈറ്റിൽ കയറുന്ന പേടിയാണ്, പല പല കാര്യങ്ങൾ പേടിയാണ്. ഇപ്പം ഞാനത് പതുക്കെ യൂസ്ഡായി. ഇപ്പോൾ സ്ഥിരമായിട്ട് 6 മാസം 4 മാസം കൂടുമ്പം 10-12 മണിക്കൂർ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ ഒരു 24 മണിക്കൂറെങ്കിലും അല്ലേ, 12 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 24 മണിക്കൂർ പറക്കുന്നുണ്ട്. പക്ഷേ അവിടെ കയറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്ക് മുമ്പേ വന്നവരെ പോയി കഴിഞ്ഞു, നമ്മൾക്ക് പിമ്പേ വന്നവരും ചിലർ പോയി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഈ ആലോചിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എനിക്ക് ബാക്കി ഫാമിലി ഉണ്ട്, അവരൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അപ്പോൾ മല കയറി പൈസലായിട്ട് ഇവിടെ ഇരിക്കുന്നു, ഈ സിറ്റുവേഷനിൽ എന്താണോ അതിനെക്കുറിച്ച് മാത്രമേ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുക. ഇത് കയറിയാൽ നമ്മൾ ഹൃദയത്തിനൊക്കെ പറ്റുമോ, ആന വരുമോ, കടുവ വരുമോ, ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനിലിരുന്ന് സിറ്റുവേഷന് മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ അതേണ്ട ചേട്ടൻ കണ്ട ഇരിക്കുന്ന മുകളിൽ പുള്ളി റെഡി ആയിട്ടെങ്കിൽ ഇരിക്കുക. എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ഒറ്റയടിക്കാൻ കയറാമെന്ന്, പക്ഷെ ഒറ്റയടിക്ക് കയറാൻ പാടാണ്. അപ്പോൾ എനിവേ നീ ബാക്കി മുകളിൽ ഇത് മാത്രം ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കയറാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ താഴേന്നേ കയറി വന്നത് കൊണ്ട്
നമ്മൾ അധികം റെസ്റ്റ് കൊടുത്തിട്ടില്ല. നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ നടന്നു വന്നുകൊണ്ട് തന്നെ ഇരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും, അല്ലെങ്കിൽ ഒറ്റ ഇത് മാത്രമായിട്ട് കയറുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒറ്റ ഇതിൽ കയറി പോകാമെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ താഴേന്നേ കയറി വന്നതാണ്. അത് ഉള്ളിൽ ഭയം വെച്ചുകൊണ്ട് തന്നെയാണ് താഴേന്നേ കയറി വരുന്നത്. അപ്പം എന്തായാലും ഇത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കണ്ടാൽ നല്ലതായിരിക്കും. നല്ല വ്യൂ. അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു ടേണിംഗ് പോയിന്റിലെത്തി. ഇവിടെ ഇനിയിപ്പോൾ ദേ നല്ല സൂപ്പർ മഴ വരുന്നത് കണ്ടറിയാം. കാർമേഘമൊക്കെ കയറി വിതറിയിരിക്കുകയാണ്. അപ്പോൾ കണ്ട ഫൈസിൽ ബാക്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ ഒരു റോക്കുണ്ട്, നല്ല ചെറിയ റോക്കുണ്ട്. അതിൻ്റെ മുകളിൽ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് കയറാൻ പോവുകയാണ്. തിരിച്ച് മുകളിലോട്ട് തന്നെ കയറാൻ പോവുകയാണ്. നല്ല രസമുണ്ട്. സോ എല്ലാവരും എൻജോയ് ചെയ്യാം. അല്ല, എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെയിലില്ലാത്ത ഒരു ദിവസമുണ്ട്. ചെറിയൊരു മഴ, ചെറിയൊരു തണുപ്പും ചെറിയൊരു കാർമേഘമൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നമ്മളെ ഗൈഡ് അവിടെ വീണ്ടും റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളി അങ്ങ് എവിടെ ഉള്ളിൽ കയറാൻ റെഡിയാണ്. ഇനി അങ്ങ് ഫുള്ള് റെസ്റ്റ് എടുത്തിട്ട് കാറൊക്കെ ഇതൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ നേരെ പോവല്ലേ? പീക്കിൽ കാരണോ പോകാൻ? ബ്രോ, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇവിടെ വരെ എത്തി. ശരിയാ, കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലത് ആണല്ലേ? എന്നാൽ പിന്നെ നോക്കട്ടെ, ചിലപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അതാണ് കേരള കർണാടക ബോർഡർ. കർണാടക കേരള ബോർഡർ ഇതാണ്. അതാണ് ആ കാണുന്നതാണ് നമുക്ക് പോകേണ്ട പീക്ക് കേട്ടോ. ഇതാണ് കൂർഗ്, കർണാടക സ്റ്റേറ്റ്. കർണാടക സ്റ്റേറ്റിന്റെ കൂർഗാണ് കാണുന്നത്. സത്യം പറയാ ഏകദേശം അടപ്പ് തെറിച്ചു എങ്കിലും നമ്മൾ ആ മല കയറിയിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളത്തില എന്ന് പറഞ്ഞെങ്കിലും അല്ലേ ഫൈസലേ? രക്ഷയില്ല കേട്ടോ. തണുപ്പ് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യാണ്. സൂപ്പർ. അതെ, അപ്പൊ എന്തായാലും നമ്മൾ മുകളിൽ ഏകദേശം എത്തിയതേ. ഇനി കുറച്ചുകൂടെ ഉണ്ട്, വേണ്ട ഇത്രയും കൂടെ ഉണ്ട്. ചേട്ടനോടെ ഇപ്പോൾ ഉണ്ട്, റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് പീക്കല്ലേ? എത്ര മീറ്റർ ചേട്ടാ? അതെ, എത്ര മീറ്ററാണ് മുകളിൽ? മുകളിൽ 1500 മീറ്ററാണ് ഇതിൻ്റെ മുകളിൽ എത്തുവാണെങ്കിൽ സീ ലെവലിൽ. അപ്പം മനസ്സിലാക്കാം, ഇതെന്ന് വെച്ചാൽ വളരെ ഫ്രഷ് വായു, പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രഷ് എയർ ഉള്ളിടത്ത് വളരുന്ന കുറേ ഫംഗസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഇല്ല. അപ്പോൾ ഒന്ന് വന്ന് കയറിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എന്താ പറയുക, ഒരു ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു റിഫ്രഷിങ് ആയിരിക്കും. ഇതൊന്നും അല്ല ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ഇത്രയും മല കയറിയെങ്കിലും ഒരു ലേശം വെള്ളം പോലും കുടിച്ചിട്ടില്ലെന്നുള്ളതാണ് കേടി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷയല്ല ഇത്രയും മുകളിലെത്താൻ പറ്റുമെന്ന്, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ചേട്ടൻ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചേട്ടൻ പറയും. അപ്പോൾ ചേട്ടൻ പറയുന്നത് അങ്ങനെ മുകളിലെത്തി ഫൈനലായിട്ട്. 1500 അടിയോളം മുകളിൽ സീ ലെവലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് കർണാടക കേരള ബോർഡർ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുന്ന ആണ്. അതിൻ്റെ ഇരട്ടി മുകളിലാണ് നമ്മൾ പീക്കിലെ വന്നത്. അതാണ് കർണാടക ടൗണൊക്കെ കാണുന്നത്. അവിടെയാണ് കർണാടക വരുന്നത്. ഇങ്ങോട്ട് കാസർഗോഡ് അല്ലേ? കർണാടക കാസർഗോഡാണ്. ഇവിടെ നമ്മൾ കർണാടകത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തൊരു ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബോർഡറിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സർവേ കല്ലൊക്കെ വെക്കുമല്ലോ, രണ്ട് ഭൂമികൾ തമ്മിൽ തിരിക്കാൻ. അതുപോലെ ഉണ്ട് ബോർഡറിൻ്റെ കല്ലുണ്ട്. ഉണ്ട് ഉണ്ടല്ലേ? അതൊക്കെ തിരിക്കണം. എന്തായാലും ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിപ്പോയി. വന്നപ്പോൾ വരണോ വേണ്ട എന്നൊക്കെ ഉള്ളൊരു ഇതിൽ നിന്നെങ്കിലും പല ഡൗട്ട്സ് വന്നെങ്കിലും ഇവിടെ വന്നതിൽ ഐ എം സോ ഹാപ്പി അഗൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ മെൻ്റലി ഫിസിക്കലി രണ്ട് കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കിട്ടി. അത് മതി. അപ്പോൾ ശരി, പിന്നെ താഴെ ചെന്നിട്ട് ബാക്കി.